ഹായ്, ഇപ്പോൾ റീസെൻ്റ്ലി നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ ഫിലിമായിരുന്നു ഗ്രേവ് ടോർച്ചർ എന്നുള്ളത്. സീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അവളുടെ ലൈഫിലുണ്ടാകുന്ന കുറച്ച് ഇൻസിഡൻറ്റിനെയും ബേസ് ചെയ്താണ് സിനിമയുടെ കഥ ആരംഭിക്കുന്നത് എന്നുള്ളത്. കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ സീത എന്നുള്ളത് സീതയാണോ സിദ്ധ എന്നാണോ എന്നെനിക്കറിയില്ല, ഇന്തോനേഷ്യൻ നെയിമും കണ്ടാണ്. എന്തായാലും അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒരു അനിയൻ അതുപോലെ അച്ഛനമ്മയൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്ന് പറയാനുള്ള കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ അച്ഛനും അമ്മയും മരണപ്പെടുകയാണ്. ആ മരണപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂസൈഡ് ബോംബിങ്ങിലൂടെയാണ് ഈ അച്ഛനും അമ്മയും മരണപ്പെടുന്നത്. അതായത് ഒരു വ്യക്തി അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് പാപങ്ങളും കാര്യങ്ങളും ക്രൂരതകളും ഒക്കെ തന്നെ ചെയ്തു. എന്തായാലും അദ്ദേഹത്തിൻ്റെ മതവിശ്വാസ പ്രകാരം ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ ശവക്കുഴിയിൽ അല്ലെങ്കിൽ ആ ഗ്രേവിൽ വെച്ചുകൊണ്ട് ഒരുപാട് ഭീതി ജനകമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഒരുപാട് ടോർച്ചറും കാര്യങ്ങളൊക്കെ തന്നെ നേരിടേണ്ടി വരും. അതാണ് ടൈറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത്, ഗ്രേവ് ടോർച്ചർ എന്നുള്ളത്. എന്തായാലും അത് അനുഭവിക്കാൻ ഒരു വയ്യാത്ത കൊണ്ടും അല്ലെങ്കിൽ അതിനൊരു മുക്തി നേടാൻ വേണ്ടിയാണ് അവരുടെ ഒരു ആചാര രീതി എന്നുള്ള രീതിയിൽ അദ്ദേഹം തൻ്റെ ശരീരത്തെ ഈ ഒരു ബോംബിങ്ങിലൂടെ നിർവീര്യമാക്കിയത്. അപ്പോൾ ഇതിൽ ബലിയാടായതാണ് നമ്മളുടെ ഈ ഒരു നായികയുടെ അച്ഛനും അമ്മയൊക്കെ തന്നെ. എന്തായാലും ഇനി കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ നായിക നോക്കി കാണുമ്പോഴത്തേക്കും തൻ്റെ അച്ഛനും അമ്മയും മരിച്ചതിനുള്ള കാരണം ഇത്തരത്തിലുള്ള ഒരു അന്ധവിശ്വാസമാണ്. ഓക്കെ, എന്തായാലും അത് ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി നായിക ശ്രമിക്കുന്നതാണ് ഏകദേശം ഒരു തീം എന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹൊറർ ലേബലിലുള്ള സിനിമയാണല്ലോ. അപ്പോൾ പേടിപ്പിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്യാവശ്യം ഒന്ന് പേടിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് വസ്തുത എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ കഥയും തിരക്കഥയൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലോട്ട് തന്നെയായിരുന്നു ചിത്രത്തിൻ്റെ കഥയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത്. അത്യാവശ്യം നമുക്ക് ആകാംക്ഷ തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ മൊമെൻറ്റ്സ് ഒക്കെ ഈ കഥയ്ക്കുള്ളിൽ തിരക്കഥയിലൂടെയൊക്കെ തന്നെ കൊണ്ടുവരാൻ വേണ്ടി എന്തായാലും കഥാകൃത്തിനും തിരക്കഥാകൃത്തിനും സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി പറയേണ്ടത് ഈ ഒരു സിനിമയുടെ ഒരു മെയിൻ ഒരു കഥാപരിസരമായിട്ട് ഒരു ഓൾഡ് ഏജ് ഹോമൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചുകൊണ്ടുള്ള കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ തന്നെ ഗംഭീരമായിരുന്നു എന്ന് പറയാൻ സാധിക്കും. കൂടാതെ പെർഫോമൻസ് വൈസിലും കുറേ കിഡിലൻ പ്രകടനങ്ങൾ കിട്ടുന്ന ഒരു ചിത്രം തന്നെയാണ്. എസ്പെഷ്യലി നായികയായിട്ട് എത്തുന്ന ആക്ട്രസ് ആകട്ടെ, അതുപോലെ ഈ ഓൾഡ് ഏജ് ഹോമിലൊക്കെ തന്നെ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് വയസ്സായിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ തന്നെ അങ്ങനെ ഓരോരുത്തരുടെ കാര്യം ഒന്നും എടുത്ത് പറഞ്ഞാൽ ചില സർപ്രൈസിങ് ആയിട്ടുള്ള പ്രകടനങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അവരിൽ നിന്നൊക്കെ തന്നെ കിട്ടുന്നതായിരിക്കും എന്ന് പറയാൻ സാധിക്കും. പിന്നെ ടെക്നിക്കലി എടുത്ത് പറയേണ്ടത്, നിങ്ങൾക്കറിയാം ഒരു ഹൊറർ സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പാതി വിജയത്തിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ ചിത്രത്തിൻ്റെ സൗണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ആ BGM അല്ലെങ്കിൽ സൗണ്ട് ഡിസൈനിങ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത്യാവശ്യം മെച്ചപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു ഹൊറർ സിനിമ ഒരു സേഫ് സോണിൽ എത്തിയിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൗണ്ട് എന്നുള്ള കാര്യം അത്യാവശ്യം എഫക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ആ ഒരു സൗണ്ട് ഡിസൈനിങ് വർക്കാകട്ടെ അല്ലെങ്കിൽ BGMസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ അകത്ത് ആ ചെറിയ ബീറ്റൊക്കെ ഇട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു BGM സ്കോറൊക്കെ ഉണ്ട്. അത് ചില ക്രൂഷ്യൽ പോയിന്റിൽ വന്നിട്ട് ഈ ഋതം അങ്ങോട്ട് ഇടും. ഈ ഒരു ബീറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അതിങ്ങനെ കേൾക്കാൻ നല്ല രസമായിരുന്നു. ഞാൻ ഹോം തിയേറ്ററിലാണ് കണ്ടത്. അപ്പോൾ ഹോം തിയേറ്ററിൻ്റെ ആ ഒരു ബാസിൽ നിന്നും ചെറുതായിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞൊരു സൗണ്ടൊക്കെ വന്ന് പിന്നെ ഒരു എന്താ പറയുക ഒരു സസ്പെൻസ് മൂഡ് ഒരു ട്രാക്കൊക്കെ ക്രിയേറ്റ് ചെയ്ത് നല്ല രസമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഈ മ്യൂസിക് വർക്കിലൂടെ കിട്ടുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ഞാൻ പറഞ്ഞ പോലെ തന്നെ സൗണ്ട് ഡിസൈനിങ് വർക്കിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ കിട്ടുന്നുണ്ടായിരുന്നു. കൂടാതെ തരക്കേടില്ലാത്ത സിനിമാറ്റോഗ്രഫി കാഴ്ച, അതായത് കുറേ സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്കറിയാലോ ഈ ഹൊറർ സിനിമകളിൽ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചില ട്രിക്കുകളൊക്കെ ഉണ്ടല്ലോ ഈ ക്യാമറ കാഴ്ചയിലൂടെ. അതായത് ക്യാമറ ഇങ്ങനെ പയ്യെ മൂവ് ആയിട്ട് ഒരിടത്ത് പോയി കാണിക്കുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും. അവിടെ നോക്കുമ്പോഴത്തേക്കും ഒന്നുമില്ല. അതേ സമയം വീണ്ടും ക്യാമറ മുന്നോട്ട് മാറുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കാത്തയിടത്ത് ഈ ഗോസ്റ്റിനെയൊക്കെ കൊണ്ടുവരുന്നു. അങ്ങനെ സ്കെയറി എലമെൻറ്റ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്യുന്ന കുറേ പരിപാടി ഉണ്ടല്ലോ. അതൊക്കെ നല്ല രസമായിട്ടാണ് സിനിമാറ്റോഗ്രാഫർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓവറോൾ പറയുമ്പോഴത്തേക്കും ഈ ഒരു സിനിമ ഇത് സ്റ്റാർട്ട് ടു എൻഡ് പേടിപ്പിക്കുന്ന ഒരു സിനിമയെന്ന് പറയാൻ സാധിക്കില്ല. സിനിമയുടെ തുടക്കം തൊട്ട് എനിക്കൊന്നൊരു ആദ്യ പകുതി വരെ വലിയ ഒരു സ്കെയറി എലമെൻറ്റ്സോ അല്ലെങ്കിൽ ജംപ് സ്കെയർസോ ഒന്നും ഇല്ലാത്തൊരു സിനിമ തന്നെയാണ്. സാധാ ഒരു ട്രാക്കിൽ മൊത്തത്തിലൊരു ഹൊറർ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നതിലപ്പുറത്തേക്ക് നമ്മളെ കാര്യമായിട്ട് ഫസ്റ്റ് ഹാഫ് ഒന്നും പേടിപ്പിക്കുന്നില്ല എന്ന് പറയാൻ സാധിക്കും. പിന്നെയും ഈ സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തുമ്പോഴത്തേക്കുമാണ് കുറച്ച് പേടിക്കാനൊക്കെ സാധിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും ഒന്ന് കണ്ടിരിക്കാം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. അത് ഒരു നൈറ്റൊക്കെ ഇരുന്ന് കാണുകയാണെങ്കിൽ അത്യാവശ്യം ഇങ്ങനെ ചങ്കിടിപ്പോട് കൂടിയൊക്കെ തന്നെ ഇരുന്ന് കാണാം. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഫാമിലി ആയിട്ടിരുന്ന് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷുവലി കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല എങ്കിൽ കൂടിയും ഇതൊരു ക്ലീൻ US സർട്ടിഫൈഡ് പടമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിനുള്ളിൽ ഒരു ഡെഡ് ബോഡിയൊക്കെ ന്യൂഡായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ ഒരു ഹൊറർ സിനിമയാണ്. സോ ഇതൊരു A സർട്ടിഫൈഡ് പടമാണ്. അപ്പോൾ നിങ്ങൾ തനിച്ചിരുന്ന് കാണണോ കുടുംബമായിട്ടിരുന്ന് കാണണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ന്യൂഡായിട്ടുള്ള ബോഡിയൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു കുറഞ്ഞൊരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10/6/5. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹൊറർ സിനിമകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കണ്ട് ത്രില്ലൊക്കെ അടിക്കാനുള്ള വകകളുള്ള ഒരു സിനിമയാണെന്ന് പറയാൻ സാധിക്കും. എന്തായാലും
മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ടാറ്റ.